ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം എഹെസ്കേൽ പ്രവചനം 43 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22-ാം വാക്യം. അവർ ബേത്സയിദയിലെത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടയണമെന്ന് അപേക്ഷിച്ചു. ബേത്സയിദയിൽ വെച്ച് യേശു കുരുടനായ ഒരു മനുഷ്യന് സൗഖ്യം നൽകുന്നു. ബേത്സയിദ എന്ന പേരിന്റെ അർത്ഥം മീൻപിടുത്തത്തിന്റെ ഭവനം എന്നാണ്. ഗലീല കടലിന്റെ വടക്കു കിഴക്കേ തീരത്ത് യോർദാൻ നദി തടാകത്തിൽ ഒഴുകിച്ചേരുന്നതിന് കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന മുക്കുവരുടെ ഒരു ഗ്രാമമായിരുന്നു ബേത്സയിദ. മാനസാന്തരപ്പെടാത്ത ഗലീല പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ബേത്സയിദ. യേശു അക്കാര്യത്തിൽ വളരെ ദുഃഖവും അമർഷവും പ്രകടിപ്പിക്കുന്നതായും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11:20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇവിടെ യേശു കർത്താവ് ആ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കുന്നതിലൂടെ അവൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശു അവനെ മാറ്റുന്നു. കുരുടനായ മനുഷ്യനെ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ അവൻ കുരുടൻ്റെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി എന്ന് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു പക്ഷേ ജനക്കൂട്ടത്തെ ആകർഷിക്കാതിരിക്കുവാനായിട്ടായിരിക്കാം പട്ടണ അതിർത്തിയിലേക്ക് യേശു കർത്താവ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അല്ല എങ്കിൽ മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത ഈ പട്ടണത്തിൽ നീ വ്യത്യസ്തനായി നിൽക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കാം. അതിലൂടെ യേശു അവനോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സൗഖ്യം ലഭിക്കുന്നതിന് മുമ്പ് നിനക്കൊരു മാറ്റം ആവശ്യമാണ്. തുടർന്ന് അവന് പൂർണ്ണമായ കാഴ്ച ലഭിക്കുന്നത് വളരെ സാവധാനത്തിലാണ്. ആദ്യം അവ്യക്തമായ ഒരു കാഴ്ചയാണ് അവന് ലഭിച്ചത്. അതിനുശേഷമായിട്ടായിരുന്നു അവന് പൂർണ്ണമായ കാഴ്ച ലഭിക്കുന്നത്. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്നത്, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ ക്രൂശ് മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കുരുടനായ മനുഷ്യനെ പോലെ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും അന്ധരായിരുന്നു. കാരണം യേശു കർത്താവിൻ്റെ വാക്കുകൾ പൂർണ്ണമായി അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. പൂർണ്ണമായി അവർക്ക് അത് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നില്ല. ഈ കുരുടനായ മനുഷ്യനെ പോലെ അവരും വളരെ സാവകാശത്തിലും അപൂർണവുമായിട്ടാണ് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഇരുന്നത്. ഇവിടെ യേശു കർത്താവ് ചെയ്യുന്നത്, അവനായിരുന്ന അവസ്ഥയിൽ നിന്ന് അവനെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒരു തുറന്ന കീഴടങ്ങലിന് വിധേയമാകുന്ന കുരുടൻ. മനുഷ്യരെ മരങ്ങളായി തെറ്റിദ്ധരിച്ച വ്യക്തി കാഴ്ചയുടെ അപൂർണതയിൽ നിന്ന് യേശുവിൻ്റെ ഒരു രണ്ടാം സ്പർശനത്തിലൂടെ പരിപൂർണമായ കാഴ്ച ലഭിക്കുന്നു. തിരുവചനത്തിൽ കാണുന്നത്, പിന്നെയും അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു എന്ന് പറയുന്നു. ഇവിടെ സ്പഷ്ടമായി കാണുന്ന അവസ്ഥ അവനിലുണ്ടാകുന്നു. അവൻ്റെ അവ്യക്തതകൾ മാറി അവന് വ്യക്തതയുണ്ടാകുന്നു. എല്ലാം എനിക്കിപ്പോൾ വ്യക്തമാണ്. അങ്ങനെ ഒരു തുറന്ന കീഴടങ്ങൽ അവൻ നടത്തുന്നു. ഈ മനുഷ്യനെ പോലെ ക്രിസ്തുവിനെ ഞാനും നിങ്ങളും വ്യക്തമായിട്ട് അറിയേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിൽ നിന്ന് ഒരു രണ്ടാം സ്പർശനം നാമും നേടേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ യേശു അദ്ദേഹത്തോട് പറയുന്നു, നീ ഇനി ഊരിൽ കടക്കുക പോലും അരുത് എന്ന്. അരുതാത്തത് കാണുവാൻ, അരുതാത്തിടത്തേക്ക് പോകുവാൻ നമുക്കും ഇടയാകരുത്. നിന്നെ മലീമസപ്പെടുത്തുന്ന ഒരു അനുഭവങ്ങളിലേക്കും നീ ഇനി തിരികെ ചെല്ലരുത് എന്നാണ് കർത്താവ് അവനോട് പറയുന്നത്. സൗഖ്യം പ്രാപിച്ചു, മിഴിച്ചു നോക്കി അവനെല്ലാം സ്പഷ്ടമായി കണ്ടു. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ലോകത്തെ കാണുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മരങ്ങളെന്ന് തെറ്റിദ്ധരിച്ചവയ്ക്ക് പിന്നിലെ മനുഷ്യരെ വ്യക്തമായിട്ട് കാണുക. പിന്നെ ആ മനുഷ്യനുള്ളിലെ ക്രിസ്തുവിനെ കാണുക. അത്തരത്തിൽ തുറന്ന മിഴികളോടെ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ വ്യക്തതയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാഴ്ചകളുടെ തമ്പുരാനെ, ഞങ്ങളുടെ മിഴികളെ തുറക്കുക, അവ്യക്തതകളെ അകറ്റുക.
നീ കാണുന്നത് പോലെ ഈ ലോകത്തെ കാണുവാൻ ഞങ്ങളെയും പഠിപ്പിക്കുക. ആമേൻ.